ഭാഗ്യം വന്ന വഴി നോക്കൂ. അതാണ്. നാളെയാണ്. നിങ്ങളിൽ ആരാണ് ഭാഗ്യവാൻ ഭാഗ്യവതി എന്ന് പറയാൻ ഒക്കത്തില്ല. മഞ്ജുള ബേക്കറി ആലപ്പുഴ. നാളെ ശനിയാഴ്ച, മറ്റന്നാൾ ഞായറാഴ്ച പോത്തിറച്ചി മേടിക്കുന്ന ദിവസമാണ്. നല്ല ദിവസമാണ്. നാളെയാണ്. ഒരു ബമ്പർ എടുക്കൂ സഹോദരി. എനിക്ക് എടുക്കാൻ താല്പര്യമുണ്ട്. കാരുണ്യ ബമ്പർ എടുക്കൂ. ഏത് വേണമെങ്കിലും എടുത്തോളൂ. ഞാൻ നമ്പർ വേണം സെലക്ട് ചെയ്ത് തരാം. എന്നെ ഞാൻ പരിചയപ്പെടുത്തരാം. എന്റെ പേര് മണിക്കുട്ടൻ. അതെ, ഞാനൊരു ചെറിയ ലോട്ടറി കച്ചവടക്കാരനാണ്. ഇതുകൊണ്ട് ഉപജീവന മാർഗം നടത്തുന്ന ഒരാളാണ്. എന്റെ ഒരു ലോട്ടറി എടുക്കണം. ഞങ്ങള് ലോട്ടറി പലതുണ്ട് കേട്ടോ. 1 കോടിയുണ്ട്, 10 ലക്ഷം, 75 ലക്ഷം. എനിക്ക് കോടിയുടെ മതി. ഇത് 1 കോടിയുടെ. ഇതടിക്കും. 75. ഇതെടുക്കും. നമ്പർ ഇത് വേണ്ടേ? അടിക്കും മോളെ. ആണോ? എടുക്കട്ടെ. പൈസ തന്നേക്കാവേ. ആയിക്കോട്ടെ. ഓക്കെ, ഞാൻ ഒരു ലോട്ടറി എടുത്തിട്ടുണ്ട്. സഹായിച്ചിരിക്കുകയാണ്. ലോട്ടറി എടുത്തിട്ടില്ലേ? ഈ നടുക്കിരിക്കുന്ന സാറ് ഭാഗ്യവാനാണ്. അദ്ദേഹത്തിന്റെ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട് രാജകലയാണ്. എടുക്കൂ സാർ, ഒരെണ്ണം എടുക്കൂ. അല്ല, ഞാൻ ലോട്ടറി എടുക്കാറില്ല, അതുകൊണ്ട് സാർ അങ്ങനെ പറയരുത്. കേരള ലോട്ടറി കൊണ്ടാണ് കേരള സംസ്ഥാനത്തിന്റെ ഖജനാവ് നിലനിൽക്കുന്നത്. മീശ മുരളി. ക്ഷമിക്കണേ, ഒരു കാര്യം സംസാരിച്ചു കേട്ടോ. നിങ്ങളുടെ കാര്യം തടസ്സമൊന്നും പെടുത്തില്ല. നീ എന്നാ പറഞ്ഞെന്നാ? ഞാൻ അവിടെ നിന്ന് കേട്ടോണ്ട് കേരള സംസ്ഥാനത്തിന്റെ ഖജനാവ് നിലനിർത്തുന്ന കേരള ലോട്ടറിയാണ്. ശരിയാണോ? ശരിയല്ല. ഒബ്ജെക്ഷൻ യുവർ ഓണർ. മദ്യമാണ് കേരളത്തിന്റെ ഖജനാവ് നിലനിർത്തുന്നത്. അങ്ങനെ സംസാരിക്കണം. അടിച്ചിട്ട് വർത്താനം പറയുന്ന ഞാൻ സത്യം പറയാലോ. കേരള സർക്കാരിന്റെ ആശ്വാസം കേരള ലോട്ടറിയാണ്. നാളെയാണ് ഞങ്ങൾ വിളിച്ചു പോകുന്നത് വെറുതെ അല്ല. കേരളത്തിന്റെ ആശ്വാസമാണിത്. നാളെയാണ് ആശ്വാസം. 4 മണിയാകുമ്പോ റിസൾട്ട് വരുമ്പോ ആശ്വാസമൊക്കെ അങ്ങ് തീരും. പിന്നെ ആശ്വാസം മാറണമെങ്കിൽ എന്ത് ചെയ്യണം? ഞങ്ങൾക്ക് 24 മണിക്കൂർ ആശ്വാസം. 3 സാധനം എടുക്കുന്നു, അതൊരാശ്വാസം. ഒരെണ്ണം അടിക്കുന്നു, അതൊരാശ്വാസം. നമ്മൾ എവിടെയെങ്കിലും കിടക്കുന്നു, അതൊരാശ്വാസം. ഉറങ്ങുന്നു, ആശ്വാസം. രാവിലെ എഴുന്നേറ്റ് ഹാങ് ഓവർ ഉണ്ടാകുന്നവരെ ആശ്വാസമാണ് ആശ്വാസം. അപ്പൊ മദ്യമാണ് കേരളത്തിന്റെ ഖജനാവിനെ നിലനിർത്തുന്നത്. എവിടെ മദ്യം നിലനിർത്തുന്നു? പെങ്ങൾ സപ്പോർട്ട് ചെയ്യണോ മദ്യമാണോ? എന്റെ അപ്പന് ഞാൻ എന്റെ അപ്പന്റെ കൂടെ നിൽക്കുന്ന ആളാ. പൂർണ്ണ സപ്പോർട്ട് തന്നെ. മദ്യമാണ് കേരളത്തിന്റെ ഖജനാവിനെ നിലനിർത്തുന്നത്. കേരളത്തിന്റെ ഖജനാവിന്റെ കാര്യത്തിൽ ഒരിക്കലുമില്ല. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഓണം വന്നു കഴിഞ്ഞാൽ ഓണം ബമ്പർ, ക്രിസ്മസ് വന്നാൽ ക്രിസ്മസ് ബമ്പർ, ന്യൂ ഇയർ ബമ്പർ, വിഷു ബമ്പർ, അങ്ങനെ കോടികളാണ് ഖജനാവിലേക്ക് കയറി ഇറങ്ങി പോകുന്നത്. കേരള സർക്കാരിനെ നിലനിർത്തുന്നത് ലോട്ടറി ടിക്കറ്റ് ആണ്. അതും ശരിയാണ് കേട്ടോ. അങ്ങനെ പറയട്ടെ, അത് ശരിയാണെന്ന് പറയൂ. അല്ല, ഞാനും ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നത് നമ്മുടെ പിന്നെ തീർച്ചയായിട്ടും വഴിക്ക് വാ. ഇവരിപ്പോ ഓണവും വിഷുവും റംസാനും മന്നം ഇവർക്ക് കോടികൾ സർക്കാരിന് കൊടുക്കണോ? അതെ. നമ്മൾ അങ്ങനെയല്ലേ? പിന്നെ എല്ലാ ദിവസവും കൊടുക്കണേ കോടികൾ. പിന്നെ ദാറ്റ് ഈസ് മൈ പ്രിൻസിപ്പിൾ. നമ്മൾ കൊടുക്കണത്. നിങ്ങൾക്ക് ഇനി വിഷു ദിനത്തിലോ ഓണം ദിനത്തിലോ സർക്കാരിന് കൊടുക്കണോന്ന് അറിയണമെങ്കിൽ നിങ്ങൾ ചാലക്കുടി ബിവറേജിലോ അവിടെ തമ്പാനൂർ ബിവറേജിലെ കണക്കെടുത്ത് നോക്കണം. കടിച്ച് അവന്റെ അണപ്പല്ല് പോകത്തേ ഉള്ളൂ. നിങ്ങൾ അതൊന്നും ശ്രദ്ധിക്കണ്ട. കേരള ബമ്പർ കേരളത്തെ നിലനിർത്തുന്നത് ഒന്ന് സഹായമാണ്, കൈത്താങ്ങാണ്. നാളെ ഇന്ന് എന്ന് പറയണ്ട. നാളെ കുറിച്ച് ചിന്തിക്കുക. കേരള ലോട്ടറി ഒരെണ്ണം എടുക്കണം. ഇവര് നാളെയാണെന്ന് പറഞ്ഞു നടക്കണം. മനസ്സിലായ? നമുക്കൊരു നാളത്തേക്ക് നമ്മൾ വെക്കുന്നില്ല. നമ്മളൊരു സാധനം എടുക്കുന്നു, അത് ഇന്നാണ്. അത് അടിച്ചിരിക്കും. ഇനി നമ്മളൊരു ബാർ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നാളെ ഒരു പരസ്യവും ചെയ്യണ്ട. തുടങ്ങിയെന്ന് അറിഞ്ഞു കഴിഞ്ഞാല് കുടിയന്മാർ ഇഴഞ്ഞു വന്നവിടെ കിടക്കും. അതാണ്, ഞങ്ങക്ക് പരസ്യം വേണ്ട. അപ്പൊ നീ അങ്ങനെ സംസാരിക്കുന്നു. അല്ല, നിങ്ങൾ തോന്നുന്നുണ്ട് അങ്ങോട്ട് മാറി ശ്രദ്ധിക്കുക. സാറേ, നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഒരു പാവപ്പെട്ട കൂലിപ്പണിക്കാരൻ ഒരു 100 രൂപ മുടക്കി ഒരു ലോട്ടറി എടുത്തു. അവന് ലോട്ടറി അടിച്ചു എന്ന് കാണുമ്പോൾ അവന് കിട്ടുന്ന ഒരു സന്തോഷം എന്തായിരിക്കും? ചെല്ലേ? പാവങ്ങളല്ലേ ഈ ലോട്ടറി എടുക്കുന്നേ. കേരളത്തെ നിലനിർത്തുന്ന പാവങ്ങളാണ്. അവൻ സന്തോഷം ഉണ്ടാകാൻ ലോട്ടറി എടുത്ത് അടിക്കണം. അടിച്ചില്ലെങ്കിൽ അവന് സങ്കടം ഉണ്ടാവുമോ?
എന്നിട്ട് ഈ സങ്കടം മാറ്റാൻ വേണ്ടി എവിടെ വരും? ബിവറേജ്. ഷാപ്പിലോ ബിവറേജിലോ ബാറിലോ വരും. അതെ ആണേ അതാണ് കറങ്ങി തിരിഞ്ഞ് വരും, കാൽച്ചോട്ടിൽ വരും. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞ് സപ്പോർട്ട് ചെയ്താൽ എനിക്ക് ഇത്രേ പറയാനുള്ളൂ. കേരളത്തിന്റെ പ്രതീക്ഷ ഈ കേരള ലോട്ടറി തന്നെയാണ്. മലയാളികളുടെ പ്രതീക്ഷ ഈ കേരള ലോട്ടറി തന്നെയാണ്. ഞാനിത് എവിടെയും പറയും. എന്താണ് കേരളത്തിന്റെ പ്രതീക്ഷ? ആ നീയൊക്കെ പ്രതീക്ഷയും വച്ചോണ്ടിരുന്നു. ഞങ്ങൾക്ക് ഒരു പ്രതീക്ഷയില്ലടാ. ഞങ്ങള് മേടിക്കുന്നു, അടിക്കുന്നു, കിടക്കുന്നു, ഉറങ്ങുന്നു. ജീവിതത്തെ കുറിച്ച്, നാളത്തെ കുറിച്ച് ഒരു പ്രതീക്ഷയില്ല. ഒരു പ്രതീക്ഷ. നിങ്ങൾ അത് പറഞ്ഞ ശരിയാണ്. അവന് നാളത്തെക്കുറിച്ചോ ജീവിതത്തെക്കുറിച്ചോ ഒരു പ്രതീക്ഷയില്ല. എല്ലാ കുടിയന്മാർക്കും ഇത് തന്നെ ഉള്ളൂ. ജീവിതത്തിൽ കുഞ്ഞുങ്ങളും കുടുംബം ഒന്നും നോക്കിയല്ല, അവർക്ക് ഒരു പ്രതീക്ഷയില്ല. ജീവിതം അങ്ങ് നശിപ്പിക്കുക, കള്ളു കുടിച്ച് തീർക്കുക, അത്രേ ഉള്ളൂ. അത് ശരിയാണ്. ആ എന്നടാ നീ അല്ല അപ്പൊ അടിച്ചു കഴിഞ്ഞാൽ അങ്ങ് ചത്തൂന്നില്ല നീ പറഞ്ഞു. ചത്തു. ആ നിങ്ങൾക്ക് ജീവിതത്തെക്കുറിച്ച് ഒരു പ്രതീക്ഷയില്ല. പെങ്ങളച്ചി മാറുന്നു. മാറുന്നു. ഞാൻ അപ്പൊ ഞങ്ങ മദ്യപിച്ച് കഴിഞ്ഞാൽ അങ്ങ് ചത്തു. ചത്തു. നാളത്തെ കുറിച്ച് പ്രതീക്ഷയില്ല. നിങ്ങൾക്ക് ജീവിതത്തെക്കുറിച്ച്, നിങ്ങളുടെ കുടുംബത്തെക്കുറിച്ച് ഒരു പ്രതീക്ഷയില്ല. കള്ളു കുടിച്ച് ചാകണം ചാകണം എന്നുള്ള ഒറ്റ ചിന്തയേ ഉള്ളൂ. നീ മറത്തിന് എടാ, കുടിച്ചാലും ചാവും, കുടിച്ചില്ലെങ്കിലും ചാവും. അതെ. എന്നാ പിന്നെ നിനക്ക് പ്രശ്നം ഉണ്ടാക്കല്ലേ അതെ. കേട്ടാ ഞാൻ നിന്റെ കാര്യം പറയാം. ചേട്ടാ പ്രശ്നം ഉണ്ടാക്കല്ലേ അതെ അതെ നിന്റെ കാര്യമാണ് ഞാൻ അയ്യോ, അയ്യോ, അയ്യോ. എനിക്ക് ഇവിടെ ചേട്ടാ. ഒരു 2000 രൂപയുടെ കച്ചവടം നടക്കേണ്ടതാ ലോട്ടറി. ഈ പാവം പിടിച്ച മനുഷ്യര് ഈ Please, പാവം please, പിടിച്ച മനുഷ്യരെ അടി, അടി, തെറ്റിദ്ധരിപ്പിക്കുക. അടി, അടി, അടിക്കില്ല. എന്ന് വീട് കെട്ടുകാരനെ അടിക്കും. വീട് കാര്യം. ചേട്ടാ, പറ, പറ. ഞാനിവിടെ കച്ചവടം നടത്തുന്നു. വരുന്നു, വരുന്നു. ആ, അല്ല ഉടനെ തെറ്റിപ്പോയി. ഒരു പ്രതീക്ഷയില്ല ജീവിതത്തെ കുറിച്ച്. ചേട്ടാ അല്ലാതെ ഇവിടെ കിടന്ന് അടിപിടി ഉണ്ടായി കഴിഞ്ഞാൽ കുഴപ്പമാവും കേട്ടോ. അതെ 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 നിങ്ങൾ രണ്ടുപേരോട് ഇവിടെ കിടന്ന അടിപിടി ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാല് വിഷയാവും. അല്ല വിഷയാവുകയും ചെയ്യും. പോലീസ് വരും, പെറ്റി അടിക്കും. അതെ പോലീസ് വരും, പെറ്റി അടിക്കും. അതെ അതെയോ? ആ ഇതൊരു ഇതല്ലേ ഒരു അപ്പൊ ഇത് എത്ര പേര് കച്ചവടം പൊളിയല്ലേ? ആ പിന്നെ വേറെ കാര്യമുണ്ട്. നിങ്ങൾ മാത്രമൊന്നുമല്ല കേരള സർക്കാരിനെ താങ്ങി നിർത്തുന്നത്. അതെ. ഈ പെറ്റിയും കൂടെ അതിനകത്ത് ഉൾപ്പെടും. അതുകൊണ്ട് രണ്ടുപേരും കൂടുതൽ മിണ്ടാതെ ഇറങ്ങിക്കോ. അത് മതി. വെട്ടി അടിച്ചാലും സർക്കാരിലേക്ക് കാശ് ചെല്ലും. കാശ് ചെല്ലും. എന്തിനാണ് ഇത് മറക്കുന്നത്? അതാണ്. പെറ്റി അടിക്കോ ഒരു പെറ്റി എടുക്കും. ഇത് മിക്കവാറും പെറ്റാ. ഇല്ലടാ, അല്ല എടുത്തെടുത്ത് സാധനങ്ങൾ അപ്പൊ അവര് പെറ്റി അടിച്ചാൽ കാശ് കൊടുക്കും. പൈസ ചോദിച്ചാൽ മതി. ഏജനോട് ചോദിച്ചാൽ മതി. പൈസ തരും. അത് വേണ്ട. നാളെ ഇങ്ങനെ നമുക്ക് നമുക്ക് എന്നിട്ട് ഒരു ബ്രേക്ക് എടുക്കാം. ഏതാ വേണ്ടത്? അടിച്ചാലും എന്തടിച്ചാലും നമുക്ക് കേരളത്തിന്റെ സമ്പദ്ഘടന നിലനിർത്തുന്ന കേരള ലോട്ടറി തന്നെ. നമ്പർ നോക്കി എടുത്തു. ലക്ക് അറിയാൻ പറ്റുമോ? നീ പെട്ടെന്ന് നോക്കിയാ. ആ ഒന്നുമില്ല, ഞാൻ എടുത്തുതരാം. നല്ലത് നോക്കി ഇതും കിട്ടും. ഇത് പിടിച്ച്. അതെ പെട്ടെന്ന് എടുത്തോട്ടെ. അയാൾ തിരിച്ചു കയറി വന്ന് ഇനി വിഷയം ഉണ്ടാക്കണ്ട. ഒന്നുമില്ല, അതെ. നമുക്കൊരു ഇത് ബ്രേക്ക് അടിക്കുന്ന എടുത്താലോ? number. അവരുടെ break ലോട്ടറി എടുത്തു. നടക്കട്ടെ.